കഥ തുടരുന്നു. അതൊരു നല്ല ഫ്രണ്ട്ഷിപ്പായി മാറി. ആ സൗഹൃദം ഉമയുണ്ടാക്കിയ നിരാശയിൽ നിന്ന് കുറച്ചൊക്കെ ബാലുവിനെ രക്ഷിച്ചു. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ റബേക്കയുടെ ഹസ്ബൻഡ് സൈമൺ അയാളെ വിളിച്ചു. എന്താ ബാലു, കാഴ്ചയില്ല, വിളിയില്ല? ഞാൻ റബേക്കയോട് തിരക്കി, അവളെയും വിളിക്കാറില്ല പോലും. പ്രത്യേക വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സൈമണേട്ടാ. എന്നാലും ഇത് ശരിയല്ലേ ഡോക്ടർ? ആശുപത്രി മാറിയതോടെ അടുപ്പം നഷ്ടപ്പെടാൻ പാടില്ല. ഞാനിപ്പം ബാലുവിൻ്റെ ഫ്ലാറ്റിൻ്റെ പോർച്ചിലാണ്. നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പർ? ഞാൻ താഴേക്ക് വരാം സൈമണേട്ടാ. വേണ്ടെന്നേ, ലിഫ്റ്റ് ഉണ്ടല്ലോ, ഞാൻ വന്നോളാം. ബാലു നമ്പർ പറഞ്ഞു കൊടുത്തു. ഒരു മിനിറ്റ് കൊണ്ട് സൈമൺ ഡ്രോയിങ് റൂമിലെത്തി. ഇത് കൊള്ളാം കേട്ടോ, നല്ല റൂംസ്, വെരി സ്പെഷ്യസ്. ലൊക്കേഷനും കൊള്ളാം. ഇതൊരു സ്നേഹത്തിൻ്റെ ഔദാര്യമാണ് സൈമണേട്ടാ. എങ്കിൽ ഇവിടെ അപ്പാർട്ട്മെൻറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ ഒന്ന് വാങ്ങുക. ഹോസ്പിറ്റൽ അരികിലല്ലേ. അമ്മയ്ക്ക് ഫ്ലാറ്റിനോട് താല്പര്യമില്ലെന്നേ. അമ്മൂനും ഇഷ്ടമല്ല. അമ്മ ഞങ്ങൾ 3 മക്കൾക്കുമായി 10 സെൻറ്റ് വീതം ഭാഗിച്ചു തന്നിട്ടുണ്ട്. ഇവൻ്റേത് 10 തികയില്ല കേട്ടോ, ചായയുമായി വന്ന സരള പറഞ്ഞു. 10 വെച്ച് പെണ്ണുങ്ങൾക്ക് കൊടുത്തപ്പോൾ ഇവന് 7 സെൻറ്റ് തികച്ചില്ലാണ്ടായി. അത് മതിയെന്ന് അവന് നിർബന്ധം. 7 സെൻറ്റിൽ നല്ല 2 കൊച്ചു വീടുകൾ പണിയാൻ ആഗ്രഹം. ടൗണിലാവുമ്പോൾ അതൊക്കെ മതിയല്ലോ. എൻ്റെ അപ്പൂനും അമ്മൂനും വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ടാലേ സങ്കല്പം സത്യമാവും. ബാലു താടി ഒഴിഞ്ഞു. അപ്പൂന് ഉമ്മയുടെ വീടുണ്ടല്ലോ ബാലു, സൈമൺ ചോദിച്ചു. ഇയാൾ അമ്മൂനൊരു നല്ല വീടുണ്ടാക്കുക. അത് പറ്റില്ല. അമ്മ എനിക്ക് തന്നത് 2 ഞാൻ ഭാഗിക്കും. അമ്മൂൻ്റെയും നിർബന്ധം അത്. ഏട്ടൻ അരികിൽ വേണമെന്ന്. ഇത്രയും നാൾ ജോലി ചെയ്തിട്ട് എന്നെ കൊണ്ട് ഒരു 5 സെൻറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഉമ്മയ്ക്ക് വീടുണ്ടല്ലോ എന്നാ ഞാൻ ഓർത്തത്. ഉമ്മ വിളിക്കാറുണ്ടോ ബാലു? ഇല്ല. എങ്കിൽ ബാലു അങ്ങോട്ട് വിളിക്കണമെന്നേ. ആ പാവ ഇപ്പോഴും ബാലുവിനെ ഓർത്താ കഴിയുന്നത്. റബേക്ക എൻ്റെ അടുത്ത് പറയാറുണ്ട്, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മനസ്സറിയാൻ കഴിയൂ. ബാലുവിൻ്റെ മുഖം മങ്ങി. അത് ശ്രദ്ധിച്ച് സൈമൺ തുടർന്നു. പിരിയാമെന്ന് ആദ്യം പറഞ്ഞത് ഉമ്മയായതുകൊണ്ട് ഉമ്മ തന്നെ തിരിച്ചു വിളിക്കണമെന്ന് ഇയാൾക്ക് നിർബന്ധവും വാശിയും കാണും. രണ്ടുമില്ല. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മനസ്സറിയാൻ കഴിയുമെന്ന് പറഞ്ഞാലും ഡോക്ടർ റബേക്കയ്ക്ക് ഡോക്ടർ ഉമ മഹേശ്വരിയുടെ മനസ്സിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതെന്താ അങ്ങനെ പറയാൻ? അപ്പു പറഞ്ഞത് സൈമൺ എന്നോട് വെളിപ്പെടുത്താൻ അയാൾ ആഗ്രഹിച്ചില്ല. ഉമ ഒരു പ്രത്യേക ടൈപ്പാണെന്നത് സത്യം. സൈമൺ സമ്മതിച്ചു. ഒറ്റ സന്തതിയായി വളർന്നതിൻ്റെ കുഴപ്പം. കൂടാതെ ആ അച്ഛനമ്മമാരിൽ നിന്നോ പ്രോപ്പർ കെയറും അതിന് കിട്ടിയിട്ടില്ല. റബേക്ക പറഞ്ഞ് എനിക്കറിയാവുന്ന കാര്യങ്ങളെ ഇതൊക്കെ. ആ അമ്മയ്ക്ക് എല്ലാത്തിലും വലുത് അവർ തന്നെയാ. നൃത്ത പരിശീലനവും നൃത്തപരീക്ഷണങ്ങളുമായി ആ സ്ത്രീ വീട്ടിലുണ്ടാവുന്നത് അപൂർവം. ആ അച്ഛനും മോശമല്ല. സാഹിത്യ സെമിനാറുകളും പ്രസംഗങ്ങളുമായി കക്ഷിയും വീട്ടിലുണ്ടാവുക വല്ലപ്പോഴുമാണ്. ഉമ ആ വലിയ വീട്ടിൽ ഒറ്റപ്പെട്ട വളർന്നത്. ഗൈഡൻസ് നൽകിയത് വീട്ടുവേലക്കാരും. വിവാഹകാര്യത്തിലും അവളപ്പോൾ സ്വന്തം വഴി തിരഞ്ഞെടുത്തു. മുൻപത്തെ പോലെ തന്നെ ഇപ്പോഴും അവൾ സ്വന്തം വഴി തന്നെയാണ് സൈമണേട്ടാ പോണത്. എനിക്ക് മനസ്സിലായില്ല. സൈമൺ നെറ്റി ചുളിച്ചു. ക്രമേണ മനസ്സിലാവും. ഷീ ഹാസ് ഹെർ ഓൺ പാത്ത്. കുറച്ച് അന്തർമുഖമുണ്ടെന്ന് എനിക്കറിയാം. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. അതുകൊണ്ടാണല്ലോ കുട്ടികൾ പോലും ഉമ്മയിൽ നിന്ന് അകന്നത്. നാടകം വായിക്കാനുള്ളതല്ല, രംഗത്ത് അവതരിപ്പിക്കാനുള്ളതാണെന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെ സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളതാണ്. കടുത്ത ഈഗോയും ദുരഭിമാനവും ഉള്ളവരാ സ്നേഹം മനസ്സിൻ്റെ ഉള്ളറയിൽ 7 താഴെയിട്ട് കൂട്ടുന്നത്. ജീവിതം എപ്പോൾ തീരുമെന്ന് ആർക്കറിയാം സൈമണേട്ടാ. ഇക്കാര്യത്തിൽ ബാലുവിൻ്റെ പക്ഷത്താ ഞാനും. സരള ആ സംസാരം ഏറ്റുപിടിച്ചു. എൻ്റെ പെൺമക്കൾക്ക് ഇത്തിരി കുശുമ്പൊക്കെയുണ്ട്. ബാലുമോൻ ആരെയും തുറന്ന് സ്നേഹിക്കുന്നവനാ. ഇവൻ്റെ 2 മക്കൾക്കും ഈ സ്വഭാവം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൂനെയും അമ്മൂനെയും പോലെ ഇത്ര കൂടപ്പിറപ്പ് സ്നേഹമുള്ള കുട്ടികൾ ഈ ഭൂമിയിൽ വേറെ കാണില്ല. ഒന്നിനു വേണ്ടി മറ്റൊന്ന് ജീവൻ കളയുമെന്നേ. എനിക്കും മക്കൾക്കും കിട്ടിയിരിക്കുന്നത് അമ്മയുടെ സ്വഭാവമാണ്, ബാലു പറഞ്ഞു. ചേച്ചിമാരിൽ അച്ഛൻ്റെ സ്വാർത്ഥ പാരമ്പര്യം ഇത്തിരി കലർന്നിട്ടുണ്ട്. ബാലു അപ്പം ഉമ്മയുടെ മുന്നിൽ തോൽക്കാൻ തയ്യാറല്ല. സൈമൺ എഴുന്നേറ്റു. നിങ്ങളുടെ കുട്ടികളെ ഓർത്താ ഞാനും റബേക്കയും ഇങ്ങനെ ദൂതിന് വരുന്നത്. ബാലുവും എഴുന്നേറ്റു. ഉമ്മയെ അവളുടെ ഇഷ്ടവഴിക്ക് വിടാനാ സൈമണേട്ടാ ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾക്ക് എന്നിൽ താല്പര്യമില്ലെങ്കിൽ ഞാൻ പുറകെ കൊടുന്നത് ശരിയാണോ? ഉമ്മയ്ക്ക് എന്ത് ഹെൽപ്പ് ആവശ്യമായി വന്നാലും ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഓടിയെത്തും. ഉറങ്ങുന്ന സമയത്ത് പോലും ഞാൻ എൻ്റെ ഫോൺ ഓഫ് ചെയ്യാറില്ല. ഏത് ഗാഠനിദ്രയിൽ നിന്നും 2 റിങ്ങിന് ഞാൻ ഉണർന്നെഴുന്നേൽക്കും. അമ്മുവിനെ മമാസിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരേണ്ട സമയമായതിനാൽ അയാളും സൈമനൊപ്പം ഇറങ്ങി. വല്ലപ്പോഴും രാത്രിയിൽ അപ്പു വിളിക്കും. വിശേഷങ്ങളൊന്നും പറയാനില്ല. ഒരു ഉമ്മ ആവശ്യപ്പെടും. അമ്മുവിനും അച്ഛനും അമ്മയ്ക്കുമുള്ളത് തിരിച്ചു തരും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉറപ്പായും സിൻഡർല ബാലുവിൻ്റെ ഡ്യൂട്ടി റൂമിൽ വരും. ഒരു പുരുഷനോട് ഇഷ്ടവും അടുപ്പവും തോന്നുമ്പോൾ സാധാരണ സ്ത്രീകൾ കാണിക്കുന്ന ചേഷ്ടകളൊന്നും അവളിൽ നിന്നുണ്ടാവാറില്ല. സംസാരത്തിലും പെരുമാറ്റത്തിലും എപ്പോഴും മാന്യമായൊരു അകലം സൂക്ഷിച്ചിരുന്നു. അതിൻ്റെ ബഹുമാനം കൊണ്ട് മാത്രമായിരുന്നു അയാൾ ആ വ്യക്തിയോട് അനിഷ്ടമൊന്നും കാണിക്കാതിരുന്നത്. പലപ്പോഴും ബാലു സിൻഡർലയെ ഉമയുമായി താരതമ്യം ചെയ്തു നോക്കി. ഉമയുടെ മുഖഭംഗിയും ശരീരവടിവും സ്വർണ്ണ നിറവും സിൻഡർലയ്ക്ക് അവകാശപ്പെടാനില്ല. എങ്കിലും ആകർഷണീയമായ ഒരു മുഖവും വ്യക്തിത്വവും പെരുമാറ്റ ശൈലിയും അവൾക്കുണ്ട്. മനോഹരമായ ബോർഡറുകളുള്ള
വാഷ് ആൻഡ് വിയർ സാരികളാണ് ഉമ ഹോസ്പിറ്റലിൽ കൊടുക്കുക. അതേപോലെ മനോഹരമായ ബോർഡറുകളുള്ള കഞ്ഞിപ്പശയിട്ട് ഇസ്തിരി ചെയ്ത കൈത്തറി സാരികളാണ് സിൻഡ്രല്ലയുടെ വേഷം. ഹോസ്പിറ്റലിൽ മാത്രമേ ഉമ സാരി ധരിക്കൂ. അല്ലാത്തപ്പോഴെല്ലാം ചെറിയ പെൺകുട്ടികൾ അണിയുന്ന ആധുനിക വേഷങ്ങളാണ് പഥ്യം. കടും നിറങ്ങളോട് അവൾക്ക് വല്ലാത്ത ഭ്രമമാണ്. സിൻഡ്രല്ല പക്ഷേ പുറത്തും ഹോസ്പിറ്റലിലും ഒരേ തരം വസ്ത്രത്തിലായിരിക്കും. ഇളം നിറങ്ങളോടുള്ള ആ ആരാധന അവളെ സ്ഥിരമായി കാണുന്ന ആർക്കും എളുപ്പം വ്യക്തമാകും. ഉമ്മയെ ഗുഡ് സമരിറ്റിയിൽ വെച്ച് ആദ്യമായി കണ്ടത് അയാൾ ഓർത്തു. ആഭിജാത്യത്തിൻ്റെ ജാടയും അഹന്തയുമായി ആവശ്യമില്ലാതെ ആരോട് ഒരു വാക്കും ഉച്ചരിക്കാത്ത ഒരു ഹൈ ക്ലാസ് പേഴ്സണാലിറ്റി. ആദ്യ കാഴ്ച മുതൽ വാശിയോടെ അവഗണിച്ചു. പക്ഷേ ജോലിയിൽ സമരിറ്റിയിലെ ഏറ്റവും മിടുക്കിയായ ഡോക്ടറായിരുന്നു അവൾ. ഡോക്ടർ ഉമാ മഹേശ്വരിയുടെ മുറിക്ക് മുന്നിൽ നീണ്ട ക്യൂ ആയി പേഷ്യൻസ് കാത്തുനിന്നു. ഹോസ്പിറ്റൽ ഉടമയായ ഡോക്ടർ നിറഞ്ഞ മതിപ്പോടെയാണ് അവളെക്കുറിച്ച് സംസാരിച്ചത്. ഗർഭിണിയായ ഗീത എന്ന യുവതിയുടെ പ്രസവമാണ് തങ്ങളെ അടുപ്പിച്ചത്. പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെത്തിയ ആ ശിശു ജീവനോടെ രക്ഷപ്പെടുമെന്ന് ആരും വിചാരിച്ചില്ല. ആ മിടുക്കനെ ഇപ്പോൾ 11 വയസ്സ് കഴിഞ്ഞു. അവനെയും കൊണ്ട് ആ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോയ ശേഷമാണ് ഉമ വന്ന് തൻ്റെ കൈ കവർന്ന് അഭിനന്ദനം അറിയിച്ചത്. അതൊരു തുടക്കമായിരുന്നു. സിൻഡ്രല്ല പ്രൊഫഷനിലുള്ള മിടുക്കൊണ്ടല്ല ഹോസ്പിറ്റലിൽ സുപരിചയായത്. ചുണ്ടിൽ അലിവിൻ്റെ പുഞ്ചിരിയോടെ ചെറിയവനോ വലിയവനോ ഡോക്ടറോ രോഗിയോ എന്ന് നോക്കാതെ എല്ലാവരോടും തുല്യമായ പെരുമാറ്റം. ആരെങ്കിലും വിഷമത്തിലാണെന്നറിഞ്ഞാൽ വിളിക്കാതെ തന്നെ സാന്ത്വനവുമായി അവൾ അവരുടെ മുന്നിലെത്തും. കഥയിലെ സിൻഡ്രല്ലയുടെ പുനരവതാരം പോലെ. ഒരു ദിവസം അമ്മുവിനെയും അമ്മയെയും കാണാൻ സിൻഡ്രല്ല ഫ്ലാറ്റിലെത്തി. ഞായറാഴ്ചയായിരുന്നെങ്കിലും മമ്മാസിൻ്റെ വാർഷികം പ്രമാണിച്ച് നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും റിഹേഴ്സൽ ഉണ്ടായിരുന്നതിനാൽ അമ്മു അന്ന് സ്കൂളിലായിരുന്നു. സർലാമ്മയ്ക്ക് സിൻഡ്രല്ലയെ വല്ലാതെ ഇഷ്ടമായി. നല്ല കുട്ടി, ഏതമ്മയും മകളാക്കാൻ ആഗ്രഹിച്ചു പോകുന്ന കുട്ടി, ഏത് പുരുഷനും തുണയായി കിട്ടാൻ കൊതിച്ചേക്കാവുന്ന പെണ്ണ്. പക്ഷേ അവൾ വിവാഹമോചിതയാണമ്മേ. ബാലു അമ്മയ്ക്ക് അവളുടെ കഥ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞാണ് സിൻഡ്രല്ല അനാഥയാണെന്ന സത്യം അയാൾ അറിഞ്ഞത്. കന്യാസ്ത്രീകൾ നടത്തുന്ന ഓർഫനേജിലാണ് അവൾ വളർന്നത്. സ്വന്തം വീടില്ല. ആകെയുള്ളത് കുറച്ച് സർട്ടിഫിക്കറ്റുകളും ലോൺ അടച്ചു തീരാത്ത ഒരു പുത്തൻ ഫിയറ്റുമാണ്. ഡോക്ടർ എന്തിനെ ഉമയിൽ നിന്ന് പിരിഞ്ഞത്? സൗഹൃദം ശക്തമായ ശേഷം മാത്രമാണ് അവൾ ചോദിച്ചത്. പിരിയാമെന്ന ഉമ പറഞ്ഞു. ഞാൻ എതിർത്തില്ല. കാരണം എന്നെ ഇഷ്ടപ്പെടാൻ കഴിയാതെ വന്നുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഇഷ്ടമായത് കൊണ്ടാവാം. വെറുതെ തലയാട്ടി നിന്നതേയുള്ളൂ സിൻഡ്രല്ല. ആ സൗഹൃദം പക്ഷേ നിറം കലർത്തി ഉമയുടെ കാതിലെത്തിക്കാൻ ആളുണ്ടായി. അവൾ റബേക്കയെ വിളിച്ച് അന്വേഷിച്ചു. ഞാനും കേട്ടു ഉമ. ചിലപ്പോൾ സത്യമാവാം. ഞങ്ങളുമായി ബാലുവിനിപ്പോൾ ഒരു കോണ്ടാക്റ്റുമില്ല. ഞങ്ങൾ ഉമയുടെ മീഡിയേറ്റർ ആവുന്നത് കൊണ്ടാണെന്നറിയില്ല. എനിവേ, അയാൾക്കും ഒരു തുണ വേണ്ടേ? തീർച്ചയായും. ഉമയുടെ തൊണ്ടയിടറി. താരനാഥം വിളിക്കാറില്ലേ? എന്നേ ഞാൻ ആ കണക്ഷൻ അവസാനിപ്പിച്ചു. കുറച്ച് പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ച ഒരു നടിയെ വിവാഹം ചെയ്തതായി ഈയിടെ ഒരു വാർത്ത കണ്ടു. പിന്നെ എന്ത് പറയണമെന്ന് റബേക്കയ്ക്ക് അറിയാതെയായി. ബാലുവുമായി പിരിഞ്ഞ് ആണ്ട് തികയാറായപ്പോഴാണ് അമ്മുവിൻ്റെ ബർത്ത്ഡേ വന്നത്. ഭംഗിയുള്ളൊരു ഉടുപ്പും അലങ്കാരങ്ങളുമുള്ള വലിയൊരു കേക്കുമായി ഉമ മകനെയും കൊണ്ട് കാറിൽ ബാലുവിൻ്റെ ഫ്ലാറ്റിലെത്തി. സർല വന്ന് വാതിൽ തുറക്കുമ്പോൾ അകത്ത് സിൻഡ്രല്ല അമ്മുവിൻ്റെ കൈ പിടിച്ച് കേക്ക് മുറിക്കുകയായിരുന്നു. ഒരു നിമിഷാർദ്ധത്തേക്ക് ഉമയുടെ മുഖം മങ്ങി. ബാലുവിൻ്റെ സഹായമില്ലാത്ത ഒരു ചെറുപ്പക്കാരി ആ മുറിയിൽ അമ്മുവിൻ്റെ ഒപ്പം. രഹസ്യമായി ബാലു വിവാഹിതനായോ എന്ന് പോലും അവൾ സംശയിച്ചു. എങ്കിലും പെട്ടെന്ന് ഉമ പ്രസന്നത കൈവരിച്ചു. എന്നാൽ വാതിൽ തുറന്ന സർലയ്ക്കോ അകത്തുണ്ടായിരുന്ന ബാലുവിനോ സിൻഡ്രല്ലയ്ക്കോ 6 വയസ്സുകാരിയായ അമ്മുവിന് പോലുമോ സ്വന്തം മുഖങ്ങളിലെ പരിഭ്രമം ഒളിക്കാനായില്ല. അപ്പു വരൂ. മകൻ്റെ കൈപ്പിടിച്ച് സമ്മാന പാക്കറ്റുകൾ ദേഹത്തണച്ചു വെച്ച് ഉമ അകത്തേക്ക് കയറി. അപ്പോഴേക്കും ബാലുവിന് ജീവൻ വെച്ചു. ഉമ വരൂ. അയാൾ മന്ദഹസിച്ചു. താരനാഥൻ്റെ ഒപ്പം ജീവിക്കണമെന്നാണ് ഉമയുടെ രഹസ്യ ആഗ്രഹമെങ്കിലും മകളുടെ പിറന്നാൾ ദിനത്തിൽ അവൾ മകൻ്റെ ഒപ്പം വേർപിരിഞ്ഞ ഭർത്താവിൻ്റെ താമസ സ്ഥലത്തെത്തിയല്ലോ. ആ മഹാമനസ്കതയെ ബാലു മനസ്സാ നമിച്ചു. സിൻഡ്രല്ല, ഇത് ഡോക്ടർ ഉമ, അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും അമ്മ. അയാൾ ഉമയെ സിൻഡ്രല്ലയ്ക്ക് പരിചയപ്പെടുത്തി. നേരിയൊരു അന്താളിപ്പോടെ ഉമ സിൻഡ്രല്ലയുടെ നേർക്ക് തിരിഞ്ഞു. താൻ കേട്ടതൊക്കെ സത്യമാണെന്ന് മനസ്സിലായെങ്കിലും അവൾക്ക് ബാലുവിനോടും മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരിയോടും അല്പവും വിരോധം തോന്നിയില്ല. സിൻഡ്രല്ലയുടെ മുഖത്തെ സൗമ്യ മന്ദഹാസം ഉമയെ ആകർഷിക്കുകയും ചെയ്തു. ഉമ, ഇത് സിൻഡ്രല്ല. ബാലു തിരിച്ച് സിൻഡ്രല്ലയെ ഉമയ്ക്കും പരിചയപ്പെടുത്തി. കരുണയിലെ ക്ലിനിക്കിൽ സൈക്കോളജിസ്റ്റാണ്. നമ്മളെപ്പോലെ വിവാഹമോചിത. കുട്ടികളെ ജീവനാണ്. അമ്മുവിനെ കാണാൻ മുമ്പൊരിക്കൽ ഇവിടെ വന്നിരുന്നു. അന്ന് പക്ഷേ മോള് സ്കൂളിലായിരുന്നു. അതുകൊണ്ടാണ് ബർത്ത്ഡേക്ക് താൻ സിൻഡ്രല്ലയെയും ക്ഷണിച്ചത്. വന്നത് ഈ കേക്കുമായ. ഞങ്ങളിവിടെ കേക്കൊന്നും വാങ്ങിയിരുന്നില്ല. ഇവരുടെ ഒന്നും പെരുന്നാളിന് ഞാൻ കേക്ക് വാങ്ങുമായിരുന്നില്ല മോളെ. സർല ഉമയോടും സിൻഡ്രല്ലയോടുമായാണ് പറഞ്ഞത്. വലിയ ദാരിദ്ര്യത്തിലായിരുന്നപ്പോഴും കടം വാങ്ങിയിട്ടായാലും കുട്ടികളുടെ പിറന്നാളിന് ഞാൻ 4 തരം കൂട്ടാനും ഒരു ഉപ്പേരിയും പായസവും പപ്പടവും ആയ ഇലയിൽ ചോറ് വിളമ്പാറുള്ളൂ. ബാലുവിൻ്റെ 10ാം പിറന്നാൾ എനിക്ക് മറക്കാൻ പറ്റില്ല. ചോറും കറികളും വിളമ്പിയ ശേഷമാണ് നിലവിളക്കിൽ തിരിയിടുമ്പോഴാണ് കുട്ടികളുടെ അച്ഛൻ കയറി വന്നത്.
മദ്യപിച്ചിട്ട് തരിമ്പും വെളിവില്ല, കാല് നിലത്തുറയ്ക്കുന്നില്ല. എന്നിട്ടും പടിക്കെട്ടുകൾ കയറി വന്ന് ഉണ്ടാക്കി വെച്ച ചോറും കറികളും എടുത്ത് മഴവെള്ളം ചെളിച്ചു കിടന്ന മുറ്റത്തേക്ക് എറിഞ്ഞു. പിന്നെ അയൽപ്പക്കത്തുനിന്ന് ഇരവൽ വാങ്ങിയ ആ ഓട്ട് നിലവിളക്കും എടുത്ത് പടിയിറങ്ങിപ്പോയി. അന്ന് ഞങ്ങൾ പട്ടിണിയായി. പോയ ആൾ തിരിച്ചു പിന്നെ വന്നില്ല. വേറെ കല്യാണം കഴിച്ചെന്ന് കേട്ടപ്പോൾ ഭാഗ്യെന്ന് എൻ്റെ മൂത്ത പെൺമക്കൾ പറഞ്ഞു. ഏങ്ങലിൽ അവർ കണ്ണുകൾ തുറച്ചു. എന്തിനാ അമ്മ ഇതൊക്കെ ഇപ്പോൾ പറയുന്നത്? ബാലു ചോദിച്ചു. കേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പം അമ്മ ഓർത്തുപോയതാ മോനെ. ഇന്നത്തെ സ്ഥിതിയല്ലല്ലോ അന്ന്. കണ്ണീരിൻ്റെ ഉപ്പ് പുരളാതെ ഒരു വറ്റ് അമ്മ ഇറക്കിയിട്ടില്ല. ഇന്നിപ്പോൾ എൻ്റെ മോൻ അമ്മയെ സ്വർഗത്തിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. എന്നാലും കഴിഞ്ഞതൊന്നും എൻ്റെ ഉള്ളിൽ നിന്ന് പോവില്ല. ഒക്കെ മറക്കണം അമ്മ. ഉമ്മ അരികിലെത്തി സർലയെ തഴുകി പിടിച്ചു. എന്നിട്ട് ഈ കേക്ക് അമ്മ തന്നെ അമ്മയുടെ ചായയുള്ള ഈ കൊച്ചുമോളെ കൊണ്ട് കട്ട് ചെയ്യിക്കണം. പിന്നെ ഒരു പീസ് എനിക്ക് തരണം. ആ അമ്മയ്ക്ക് വിശ്വസിക്കാനായില്ല. ആ സ്പർശവും വാക്കുകളും. മകൻ്റെ ഭാര്യയായിട്ടും ഉമ്മയെ അവർ അടുത്ത് കണ്ടിട്ടുള്ളത് അപൂർവമാണ്. ഒരു രാത്രി പോലും അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ തങ്ങിയിട്ടില്ല. ആണ്ടിലൊരിക്കലൊക്കെ ഉമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അവളുടെ നർത്തകിയും സുന്ദരിയുമായ അമ്മയും ഉണ്ടാവും. അളന്നും തൂക്കിയുമാവും മരുമകൾ അമ്മായിയമ്മയുമായി സംസാരിക്കുക. ദേഹത്ത് തൊട്ടതാണെങ്കിൽ ജീവിതത്തിൽ ആദ്യവും. അമ്മയ്ക്ക് സന്തോഷമായി മോളെ. ഉമ്മയുടെ കൈത്തലമെടുത്ത് ഒരു ഉമ്മ നൽകിയിട്ട് സർല പറഞ്ഞു. ആരും ആവശ്യപ്പെടാതെ തന്നെ മോളിങ്ങോട്ട് വന്നല്ലോ. ഇനി മോളെ കാണാനാവുമെന്ന് അമ്മ ഓർത്തതല്ല. അമ്മയ്ക്ക് ഇനി ചത്താലും സങ്കടമില്ല. അച്ചമ്മ ചാവണ്ട, ഞാൻ സമ്മതിക്കില്ല. അമ്മു ചിണുങ്ങി. അയ്യേ, സർല കണ്ണീരിൽ ചിരിച്ചു. ചാകുമെന്നല്ലല്ലോ അമ്മൂട്ടിയെ അച്ചമ്മ പറഞ്ഞത്. ചാവാനും സങ്കടമില്ലെന്നല്ലേ. എൻ്റെ അമ്മൂട്ടി ഒപ്പമുണ്ടെങ്കിൽ അച്ചമ്മ ഒരിക്കലും ചാവില്ല കേട്ടോ. കൊച്ചുമകളെ കെട്ടിപ്പിടിച്ച് അവർ മുഖത്തും മുടിയിലും തുരുത്തുരെ ഉമ്മ വെച്ചു. എങ്കിൽ അച്ചമ്മ ഒരു പീസ് കേക്ക് തിന്ന്. മുറിച്ച കേക്കിൽ നിന്ന് അമ്മ ഒരു കഷ്ണം അടർത്തിയെടുത്ത് അച്ചമ്മയ്ക്ക് നീട്ടി. അയ്യോ, സിൻഡർല അവളുടെ കൈ പിടിച്ച് തടഞ്ഞു. ആദ്യത്തെ പീസ് ബർത്ത്ഡേ കുട്ടിക്കുള്ളതാ. അടുത്തത് നമുക്ക് അച്ചമ്മയ്ക്ക് കൊടുക്കാട്ടോ. സർലയും സിൻഡർലയുടെ പക്ഷം ചേർന്നു. ആൻറ്റി പറഞ്ഞതാ മോള് ശരി. പിറന്നാൾക്കാരി വേണം ആദ്യം കഴിക്കാൻ. അത് ആൻറ്റിയുടെ കയ്യിൽ കൊടുക്ക്. അതോടെ അമ്മ സമ്മതത്തിൽ തലകുലുക്കി. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന കേക്കിൻ്റെ കഷ്ണം സിൻഡർലയ്ക്ക് നീട്ടി. അത് വാങ്ങിയിട്ട് സിൻഡർല ഉമ്മയെ നോക്കി. ആദ്യത്തെ പീസ് ഉമ്മ കൊടുക്കണതല്ലേ ഭംഗി? ഉമ്മ അത് കൈപ്പറ്റുമോ എന്ന് ബാലു ശങ്കിച്ചു. പക്ഷേ അവൾ പുഞ്ചിരിയിൽ നിഷേധിച്ചു. ആദ്യത്തെ പീസ് സിൻഡർല തന്നെ മോൾക്ക് കൊടുക്കണം. അതുകൊണ്ടല്ലേ അവൾ അത് സിൻഡർലയ്ക്ക് നീട്ടിയത്. സിൻഡർലയ്ക്കും കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണല്ലോ. സിൻഡർല തന്നെ കൊടുക്കണത് ഭംഗി. ബാലുവിന് ആശ്വാസമായി. സിൻഡർല അമ്മുവിൻ്റെ വായിൽ സ്നേഹപൂർവ്വം കേക്കിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുമ്പോൾ ബാലു ശബ്ദം താഴ്ത്തി ഉമ്മയുടെ കാതിൽ അറിയിച്ചു. താങ്ക് യു ഉമ്മ. മറ്റുള്ളവരുടെ നൊമ്പരമറിയാനുള്ള മനസ്സിനേക്കാൾ ഉയർന്നൊരു സൗമനസ്യം വേറെയില്ല. കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടുന്നതാണ് ഈ നന്മ. പുഞ്ചിരി മങ്ങാതെ മുഖത്തോടെ ബാലുവിനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ അവൾ. സിൻഡർല തന്നെയാണ് സർലാമ്മയ്ക്കും കേക്ക് നൽകിയത്. അത് കഴിഞ്ഞ് അവൾ ഉമ്മയുടെ നേർക്ക് തിരിഞ്ഞ് വരൂ എന്ന് തലയാട്ടി. മടിക്കാതെ ഉമ്മ അരികിലെത്തി. നിറഞ്ഞ സന്തോഷത്തോടെ സിൻഡർല ആ ചുണ്ടുകൾക്കിടയിലേക്ക് ഒരു തുണ്ട് കേക്ക് വച്ചു. ഉമ്മ പുഞ്ചിരിയോടെ അത് സ്വീകരിച്ചു. അതോടെ സിൻഡർല അപ്പുവിനെ കൈയാട്ടി വിളിച്ചു. അവൻ അനങ്ങിയില്ല. വരൂ മോനെ, സിൻഡർല ആവശ്യപ്പെട്ടു. അപ്പു മുഖം തിരിച്ചു. ഉമ്മ അവൻ്റെ അരികിലെത്തി. ചെന്ന് വാങ്ങിക്കൂട്ടാ. ആൻറ്റി വിളിച്ചത് കേട്ടില്ലേ? എനിക്ക് ആ കേക്ക് വേണ്ട. നമ്മൾ കൊണ്ടുവന്നത് മുറിക്കുമ്പോൾ അതിന്ന് മതി. സിൻഡർല വല്ലാതെയായി. അപ്പുവിൻ്റെ മറുപടിയും സിൻഡർലയുടെ വിഷമവും ബാലുവിനെയും സങ്കടത്തിലാക്കി. അവൻ അങ്ങനെ പറയുമെന്ന് അയാൾ വിചാരിച്ചതേയില്ല. ഉമ്മയെക്കുറിച്ചായിരുന്നു ശങ്ക. അവൾ പക്ഷേ മാന്യമായും ഭംഗിയായും പെരുമാറി. ബാലുവിന് വേണ്ട കേക്ക്. ട്രെയിൽ നിന്ന് ഒരു കഷ്ണവുമായി സർല അവൻ്റെ അരികിലെത്തി. വേണം. ബാലു അത് വാങ്ങി. എന്നിട്ട് അപ്പുവിൻ്റെ അരികിലെത്തി. ഇത് കഴിക്കുമോനോ? എനിക്ക് വേണ്ട. ഒട്ടും കൂസാതെയാണ് അവൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ അമ്മ കൊണ്ടുവന്ന കേക്ക് മതി. ബാലു അതോടെ സ്തബ്ധനായി. നമ്മൾ കൊണ്ടുവന്നത് ഇപ്പോൾ മുറിക്കുന്നില്ല പോ, ഉമ്മ മകനോട് പറഞ്ഞു. ആദ്യം മുറിച്ചത് മൊത്തം അതേപടി ഇരിക്കുന്നു. ആ കൂടെ ഇതുകൂടി മുറിക്കണോ? ഇത് നമ്മൾക്ക് അച്ചമ്മയെ ഏൽപ്പിച്ചിട്ട് പോവാം. അച്ചമ്മയും അച്ഛനും അമ്മവും കൂടി കഴിച്ചോളും. എങ്കിൽ എനിക്ക് കേക്ക് വേണ്ട. സ്വീറ്റ്സ് ഒന്നും വേണമെന്ന് ഞാൻ പറയാറില്ലല്ലോ. അമ്മൂട്ടിക്ക് സ്വീറ്റ്സിനോട് ഇഷ്ടം. അതിവിടെ ഇരുന്നോട്ടെ. അപ്പൂവിന് വേണ്ടെങ്കിൽ നിർബന്ധിക്കേണ്ട ഉമ്മ, വിഷമം ഒതുക്കി സിൻഡർല അറിയിച്ചു. സ്വീറ്റ്സിന് പകരം കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവരാമായിരുന്നെന്ന് തോന്നുക ഇപ്പോൾ. എങ്കിൽ അപ്പവും കഴിക്കുമായിരുന്നല്ലോ. അപ്പോൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. മുഖത്തെ അനിഷ്ടഭാവം മാറിയുമില്ല. മോനെ, അച്ചമ്മ കുറച്ച് പായസം കൊണ്ടുവരട്ടെ? സർല ചോദിച്ചു. അതോ ഊണ് കഴിഞ്ഞ് മതിയോ പായസം? ഊണ് വേണ്ടമ്മേ, ഉമ്മ പറഞ്ഞു. 2 കപ്പ് പായസം തന്നാൽ മതി. അത് കഴിച്ചിട്ട് പോയിക്കോളാം ഞങ്ങൾ. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഒരു കാര്യത്തിലും അമ്മ നിർബന്ധം പിടിക്കണില്ല. സർല അകത്തേക്ക് പോയി. അതോടെ ഉമ്മ അമ്മുവിൻ്റെ അരികിലെത്തി മെല്ലെ താഴ്ന്നു നിന്ന് മകളെ വട്ടം ചേർത്തണച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു മോളെ. മോൾക്ക് ഒരു ഉടുപ്പും അച്ചമ്മയ്ക്ക് ഒരു നേരിയതോ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. വൈകിട്ട് പുറത്തു പോകുമ്പോൾ ഇതണിയണം കേട്ടോ. പാക്കറ്റ് ഏൽപ്പിച്ചിട്ട് ആ കവളിൽ അവൾ ചുണ്ടമർത്തി. പിന്നെ തിരിഞ്ഞ് മകനെ നോക്കി. അപ്പോ നീ അമ്മുവിനെ ബർത്ത്ഡേ ആശംസിക്കണില്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മു. അപ്പു അനിയത്തിയുടെ അരികിലെത്തി മൂർദാവിൽ ചുംബിച്ചു. ഊണ് കഴിച്ചിട്ട് പോവാ പൂട്ടാ. അമ്മു ഏട്ടൻ്റെ കൈ പിടിച്ചു. അമ്മയ്ക്ക് ഇന്ന് നൈറ്റാണ് അമ്മു. ഞങ്ങൾക്ക് പോകണം. മറ്റൊരു ദിവസം വരാട്ടോ.
അവൻ ആ കവിളിൽ തട്ടി. അപ്പോഴേക്കും സരള 2 മഗ് പായസവുമായി വന്നു. അപ്പുവാണ് ആദ്യം മഗ് വാങ്ങിയത്. പായസം കഴിച്ച 2 മഗ്ഗുകളുമായി ഉമ അകത്തേക്ക് നടന്നപ്പോൾ സരള പറഞ്ഞു, അതൊക്കെ അമ്മ കഴുകി വെച്ചോളാം മോളെ. അത് ശരിയല്ല അമ്മേ. ഒന്ന് വന്ന് അമ്മയെ സഹായിക്കാനോ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ ബുദ്ധിമുട്ടി കൂടി ചെയ്താലോ? ആ സംസാരവും പെരുമാറ്റവും വീണ്ടും വീണ്ടും ബാലുവിനെ അത്ഭുതപ്പെടുത്തി. സിൻഡ്രല്ലയും വിസ്മയത്തോടെയാണ് അത് കണ്ടു നിന്നത്. യാത്ര പറയാൻ നേരം ഉമ സിൻഡ്രലയുടെ കൈ കവർന്നു. സിൻഡ്രല്ലയെങ്കിലും ഊണ് കഴിച്ചിട്ടേ പോകാവൂ, ഇല്ലെങ്കിൽ അമ്മ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും. അടുക്കളയിൽ നിന്ന് നല്ല വാസനകൾ വരുന്നുണ്ട്. എങ്കിൽ ഞാൻ കുറച്ച് പാക്ക് ചെയ്ത് തരട്ടെ മോളെ? സരള തിരക്കി. വേണ്ടമ്മേ, ഞങ്ങൾ വീണ്ടും വരാം. അപ്പുവിൻ്റെ കൈപ്പിടിച്ച് ഉമ ഇറങ്ങി. അവർ കാറിൽ കയറും വരെ ബാലു അനുയാത്ര ചെയ്തു. എന്നാൽ അപ്പാർട്ട്മെൻറ്റിന് പുറത്ത് കടന്നതും അമ്മയും മകനും തീർത്തും റിസർവ്ഡ് ആയതായി അയാൾക്ക് തോന്നി. തിരികെ റൂമിലെത്തിയപ്പോൾ സിൻഡ്രല്ലയുടെ മുഖം ചുളിഞ്ഞു. ഇത്ര നല്ല കുട്ടിയാണ് ഉമയെന്ന് എനിക്കറിയില്ലായിരുന്നു. സത്യത്തിൽ എന്തിനായിരുന്നു ഡോക്ടർ ഉമയെ വേണ്ടെന്ന് വെച്ചത്? ഞാനല്ല സിൻഡ്രല്ല വേണ്ടെന്ന് വെച്ചത്, ഉമ തന്നെയാ. സത്യം വിശ്വസിക്കാനാവണില്ല. ഉമ ഇവിടേക്ക് വരുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. ഏതായാലും ഡോക്ടർ ഒരു റീത്തിങ്ങിന് തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തർക്കത്തിനൊന്നും ബാലു മുതിർന്നില്ല. ഊണ് കഴിച്ച ശേഷമാണ് സിൻഡ്രല്ല ഇറങ്ങിയത്. കാറിൽ കയറും മുമ്പ് അവൾ അമ്മുവിനെ ചേർത്ത് ആശ്ലേഷിച്ചു. വൈകാതെ മോൾക്ക് അമ്മയുടെയും ഏട്ടൻ്റെയും ഒപ്പം കഴിയാനാവട്ടെ, ആൻറ്റി പ്രാർത്ഥിക്കാം. തിരികെ വീട്ടിലെത്തിയത് ഉമ്മ മകനോട് പറഞ്ഞു. ആ ആൻറ്റി കൊണ്ടുവന്ന കേക്കിൽ നിന്ന് ഒരു പീസെങ്കിലും നീ കഴിക്കേണ്ടതായിരുന്നു അപ്പു. പാവം സിൻഡ്രല്ല. സങ്കടം ഒളിക്കാൻ അവൾ പണിപ്പെട്ടതായ എനിക്ക് തോന്നിയത്. എനിക്ക് ആ മുഖത്ത് നോക്കാൻ പ്രയാസമായി. മനഃപൂർവ്വമാണ് ഞാൻ കഴിക്കാഞ്ഞത്. അപ്പു മുഖം തിരിച്ചു. ഞാൻ കഴിച്ചില്ലെങ്കിലും അവർ അമ്മുവിനെ മയക്കിയെടുത്തല്ലോ. കുട്ടിയല്ല അവൾ. ആ സ്ത്രീ ആരാണെന്ന് അവൾക്കറിയില്ല. നിനക്കറിയാമോ? അവൾ മകനെ നോക്കി. എനിക്കറിയാം, പക്ഷെ പറഞ്ഞാൽ അമ്മ വിഷമിക്കും. എന്തിന്? അപ്പുവിൻ്റെ മനസ്സറിയാനാണ് ഉമ്മ തിരക്കിയത്. ഞാൻ അറിഞ്ഞത് അവർ നിൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്നാണ്. വിവാഹമോചിതയാണെന്ന് ബാലുവും പറഞ്ഞു. കുട്ടികളില്ലാത്തതുകൊണ്ടാവും കുട്ടികളോട് ഇത്ര സ്നേഹം. അല്ല, അവരെ അച്ഛൻ മാരി ചെയ്യാൻ പോവാ. അതുകൊണ്ട് അവർ അമ്മുവിനെ മണിയടിക്കുന്നത്. അപ്പു. ഉമ്മയുടെ മുഖം ചുവന്നു. ആളുകളെ തെറ്റിദ്ധരിക്കുന്നതും സംശയിക്കുന്നതും അപവാദങ്ങൾ പറയുന്നതും നല്ല ശീലമല്ല കേട്ടോ. ഞാൻ ഏറ്റവും വെറുക്കുന്നത് അത്തരക്കാരെയാ. എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയതും ഇത്തരം കിംവദന്തികളാണ്. ഏതായാലും ഒരു 11കാരന് പറ്റിയ വർത്തമാനങ്ങളല്ല നീ പറയണത് അപ്പു. കരുണയിലെ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ വിനു തോമസിൻ്റെ മകൻ സാം വിനു പഠിക്കുന്നത് എൻ്റെ ക്ലാസ്സിലാണ്. സാമ എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞത്. രാത്രി പപ്പയും അമ്മയും കൂടി ഡൈനിങ് റൂമിൽ വെച്ച് പറയുന്നത് അവൻ കേട്ടതാ. ഡോക്ടർ സിൻഡ്രല്ലയ്ക്ക് മക്കളൊന്നും ഉണ്ടായില്ലത്രേ. അതുകൊണ്ടാണ് അവരുടെ ഹസ്ബൻഡ് അവരെ ഡിവോഴ്സ് ചെയ്തത്. അച്ഛന് മാരി ചെയ്താൽ ലാളിക്കാൻ മകളായി അമ്മോനെ കിട്ടുമല്ലോ. ആ ജന്തുവും അവരുടെ മയക്കിൽ വീണില്ലേ? അപ്പു, കുട്ടികളിങ്ങനെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനത്ര കുട്ടിയൊന്നുമല്ല. എനിക്കെല്ലാം മനസ്സിലാവും. ആ സ്ത്രീയുമായി കൂട്ടായ ശേഷം അച്ഛൻ എന്നെ കാണാൻ സ്കൂളിലേക്ക് വരാറേയില്ല. മാരേജ് കഴിയുമ്പോഴേക്കും അമ്മനോടുള്ള അച്ഛൻ്റെ സ്നേഹവും തീരും. ഞാനത് ആ ഇഡിയറ്റിനോട് പറഞ്ഞു കൊടുക്കാൻ പോവാ. അരുത്, ഉമ്മ ഒച്ചയുയർത്തി. നീ ചിന്തിക്കുന്നത് ശരിയായ രീതിയിലല്ല അപ്പു. പഠിക്കാൻ നീ മിടുക്കനാ. സ്കൂളിൽ നമ്പർ 1 അതിലൊക്കെ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ 1 വർഷം മുമ്പ് നീ നിൻ്റെ ഡയറിയിൽ എഴുതി ഐ ആം മദർലെസ് എന്ന്. ഞാനന്ന് എത്ര കരഞ്ഞെന്നോ? യാ, അപ്പുവും ശബ്ദമുയർത്തി. ഞാനങ്ങനെ എഴുതിയതാ. എന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്കറിയുമോ? അമ്മ താരയെങ്കിലിന് ഫോൺ ചെയ്തതുകൊണ്ട്. അവൾ സ്തബ്ധയായി. താരയെങ്കിൽ എപ്പോഴെങ്കിലും അമ്മയെ കാണാനായി ഇവിടെ വന്നിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ ഈ വീട് വിട്ട് പോവുമായിരുന്നു. പിന്നെ ഒരിക്കലും അമ്മയെന്നെ കാണില്ലായിരുന്നു. അവൾ വിറങ്ങലിച്ചു പോയി. അച്ഛനമ്മമാർക്ക് അതർ അഫയേഴ്സ് ഉണ്ടാവുന്നത് ഒരു മക്കൾക്കും ഇഷ്ടാവില്ല. ഞാൻ ഇനി അച്ഛനെ കാണാൻ പോവില്ല. സ്കൂളിൽ വന്നാൽ മിണ്ടുകയുമില്ല. എനിക്ക് വേണ്ടി ഇനി അച്ഛനെ. ഞാനിപ്പോൾ മദർലെസ് അല്ല, ഫാദർലെസ്സാ. അവനോടി സ്വന്തം മുറിയിലേക്ക് പോയി. അപ്പുവിനോട് എന്ത് പറയണമെന്നും അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അവൾക്കറിയില്ലായിരുന്നു. രാത്രി അപ്പു ഉറങ്ങിയ ശേഷം ഉമ ഡോക്ടർ റബേക്കയെ വിളിച്ചു. എല്ലാം ഒന്നൊഴിയാതെ അറിയിച്ചു. അപ്പു മദർലെസ് എന്ന് എഴുതിയതിൻ്റെ പൊരുൾ ഇപ്പോൾ മനസ്സിലായല്ലോ ഇല്ലേ? റബേക്ക ചിരിച്ചു. മനസ്സിലായി. പക്ഷേ അതോടെ ഉള്ളിൽ തീയായി. സ്കൂളിൽ ചെന്നാൽ ബാലുവിനോട് മിണ്ടില്ലെന്നാണ് അവൻ പറയണത്. സാരമില്ല. ഉത്തരത്തിലുള്ളതും കക്ഷത്തിലിരിക്കുന്നതും ഒരേപോലെ എടുക്കാൻ നോക്കണ്ട. ഉമയൊരു സെക്കൻഡ് മാരേജ് ആഗ്രഹിക്കാത്ത സ്ഥിതിക്ക് താൻ അപ്പുവിൻ്റെ പക്ഷത്ത് നിൽക്കണതാ ബുദ്ധി. ഈ പ്രായത്തിലുള്ള കുട്ടികളെ സൂക്ഷിക്കണം. തനിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല എന്ന് തോന്നിയാൽ അവൻ തോന്നിയ വഴിക്ക് പോയി കളയും. കുട്ടികളെ കാണാതാവുന്നത് മിക്കവാറും ഈ പ്രായത്തിലാണ്. ടേക്ക് കെയർ. എനിക്ക് അവനെയെങ്കിലും വേണം റബേക്ക. എങ്കിൽ അവനെ മുറുകെ പിടിക്കണം. മറ്റെല്ലാം മറന്നേക്ക്. ബാലു നഷ്ടമായത് നിൻ്റെ കുറ്റം കൊണ്ട് തന്നെയാ. അയാളിപ്പോൾ സിൻഡ്രല്ലയോട് അടുത്തെങ്കിൽ നീ എന്തിനി ബോധേഡാവണം? ലീവ് ഹിം ഉമ. ഞാനതിൽ ഒട്ടും ബോധേഡല്ല റബേക്ക. ഇനിയെങ്കിലും ബാലുവിൻ്റെയും ആ അമ്മയുടെയും ജീവിതം നന്നായിരിക്കട്ടെ. ഞാൻ അവരെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ട്. ആണ്ടിലൊരിക്കലൊക്കെയേ ആ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ളൂ. എനിക്ക് പക്ഷേ എൻ്റെ അമ്മയായിരുന്നു ദൈവം. മരുന്നിന് പോലും അവറ്റകളോടൊന്നും അടുപ്പം കാട്ടല്ലേ മോളെന്ന് അമ്മ എന്നെ ഉപദേശിക്കും.
അടുപ്പിച്ചാൽ ഒഴിയ ബാധയാവൂത്രേ. ആ ഉപദേശം ശിരസ വെച്ച് ഞാൻ ആ പാവമ്മയോട് മിണ്ടാറ് പോലുമില്ല. ഇന്ന് പക്ഷേ ഞാനതിന് പ്രായശ്ചിത്തം ചെയ്തു. എൻ്റെ അമ്മ വലിയൊരു കലാകാരിയാണ്. എന്നാൽ ബാലുവിൻ്റെ അമ്മയാണ് റബേക്ക യഥാർത്ഥ അമ്മ. ആ വാത്സല്യം ഞാനിപ്പോൾ മിസ് ചെയ്യണു. അവൾ വിങ്ങി. സാരമില്ല ഉമ്മ, നിനക്കത്രയും വിശ്വാസമുള്ള ആ അമ്മയുടെ കൂടെയാണല്ലോ നിൻ്റെ അമ്മു. പ്രസവിക്കാൻ കഴിയാത്ത സിൻഡർലയിൽ നിന്നും നിൻ്റെ കുട്ടിക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവാൻ പോണില്ല. അത്രയും ആശ്വസിക്കുമല്ലോ നിനക്ക്. ബാലുവാണെങ്കിലും അമ്മുനെ നിന്നേക്കാൾ സ്നേഹിക്കുന്നുണ്ടെന്നറിയാലോ. പിന്നെന്താ? യെസ്, ഞാനങ്ങനെ സമാധാനിക്കാം. ഉമ്മ സമ്മതിച്ചു. പക്ഷേ ഉമ്മയും അപ്പുവും ഫ്ലാറ്റിൽ നിന്നും മടങ്ങിയതോടെ ബാലുവിൻ്റെ സർവ്വസമാധാനവും നഷ്ടമായിരുന്നു. അപ്പുവിൻ്റെ മുഖത്തെ കാലുഷ്യം ഓർമ്മയിൽ നിന്നും മായഞ്ഞതിനാൽ അയാൾക്ക് രാത്രി ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. രാവിലെ അമ്മുവിനെ മമ്മാസിൽ കൊണ്ടുവിട്ട ശേഷം ബാലു നേരെ അപ്പുവിൻ്റെ സ്കൂൾ ഗേറ്റിലെത്തി. കുട്ടികൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ. സമൂഹത്തിലെ ഉന്നതരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പുവിനെ ഇവിടെ തന്നെ ചേർക്കണമെന്ന് ഉമ്മയ്ക്കും അമ്മയ്ക്കും അച്ഛനും നിർബന്ധമായിരുന്നു. ഫീസും ഡൊണേഷൻസും പരിധികൾക്ക് അപ്പുറമാണെന്നത് അവർക്ക് പ്രശ്നമല്ലായിരുന്നു. പൊടുന്നതിന് സ്കൂൾ ഗേറ്റിൽ ബാലുവിന് പരിചിതമായ ഒരു വണ്ടി വന്നു നിന്നു. കരുണയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ വിനു തോമസിൻ്റെ കാറായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും. ഡോർ തുറന്നിറങ്ങിയ 11-കാരനായ സാം വിനു സ്കൂൾ ബാഗ് ഷോൾഡറിൽ ഫിറ്റ് ചെയ്ത ശേഷം ഡോക്ടർ ബാലഗോപാലിൻ്റെ നേർക്ക് സല്യൂട്ട് ചെയ്തു. ഗുഡ് മോർണിംഗ് അങ്കിൾ. സോമോ ഇന്ന് അങ്കിളുടെ കാറിലാണോ വന്നത്? അല്ല മോനെ, ബാലു മന്ദഹസിച്ചു. അവൻ സ്കൂൾ ബസ്സിലേ വരൂ. അവനെ ഒന്ന് കാണാനായി കാത്തു നിൽക്കുക ഞാൻ. സാമിൻ്റെ ചുണ്ടിലൊരു ചിരി ഒളിച്ചു കളിച്ചു. അങ്കിളും സോമുവും അപ്പോൾ 2 വീട്ടിലാണോ താമസം? അയാളൊന്ന് പതറി. എങ്കിലും എല്ലാവർക്കും അറിയാവുന്ന സത്യമായതുകൊണ്ട് ഒളിച്ചില്ല. അതെ. ഒന്ന് തല കുലുക്കിയിട്ട് സാം വാച്ചിൽ നോക്കി. ഓക്കെ അങ്കിൾ, സ്കൂൾ ബസ് വരാൻ ഇനിയും 10 മിനിറ്റ്സ് എടുക്കും. സോമുവിൻ്റെ വീട് വഴി വരുന്ന വഴി 3 ബസ്സുകളും ടൗൺ ചുറ്റിയേ വരൂ. സോ ഞാൻ നടക്കുക. കൈവീശിയിട്ട് അവൻ സ്കൂളിലേക്ക് നടന്നു. 5 മിനിറ്റ് തികഞ്ഞില്ല. സ്കൂളിൻ്റെ പേര് എഴുതിയ ഒരു ബസ് ഗേറ്റ് കടന്ന് കോമ്പൗണ്ടിന് ഉള്ളിലെത്തി നിന്നു. അപ്പോൾ ഇറങ്ങുന്നുണ്ടായെന്ന് ബാലു ശ്രദ്ധിച്ചു. പെട്ടെന്ന് ആ കണ്ണുകൾ വിടർന്നു. ഭാഗം മുതുകിലേറ്റി അവൻ പുറത്തു വരുന്നത് അയാൾ കണ്ടു. അപ്പോൾ മോന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൽ ബാലു വിളിച്ചു. അപ്പോൾ ഒരു നടുക്കത്തിൽ തിരിഞ്ഞു നിന്നു. ഒരു നിമിഷം കൊണ്ട് ആ മുഖം ഇരുണ്ടു. വരൂ എന്ന് ബാലു മകനെ നോക്കി കൈയാട്ടി. ഇല്ല എന്ന മുഖം ചലിപ്പിച്ചിട്ട് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. അപ്പൂ. അല്പം കൂടി അയാൾ ശബ്ദമുയർത്തി. അപ്പു പക്ഷേ നിന്നില്ല. തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. തിടുക്കത്തിൽ നടന്ന് അവൻ സ്കൂളിനുള്ളിൽ മറഞ്ഞു. ബാലു ഉടൻ മൊബൈൽ പോക്കറ്റിൽ നിന്നെടുത്തു. മകന് സമ്മാനിച്ച ഫോണിൻ്റെ നമ്പർ പ്രസ് ചെയ്തു. റിംഗ് അവസാനിച്ചിട്ടും കോൾ എടുക്കപ്പെട്ടില്ല. അത് കഴിഞ്ഞാണ് സ്കൂളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവാദമില്ലെന്ന കാര്യം അയാൾക്ക് ഓർമ്മ വന്നത്. പ്രിൻസിപ്പലിനെ ചെന്ന് കണ്ടാൽ അദ്ദേഹം അപ്പുവിനെ തൻ്റെ മുന്നിലെത്തിക്കും. എങ്കിലും അത് വേണ്ടെന്ന് ബാലു നിശ്ചയിച്ചു. അമ്മുവിൻ്റെ പിറന്നാൾ ദിവസവും അവൻ്റെ മുഖം ഒട്ടും പ്രസന്നമല്ലായിരുന്നു. ഒരുപക്ഷെ സിൻഡർലയെ ഫ്ലാറ്റിൽ കണ്ടതുകൊണ്ടാവാം. അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ മറ്റൊരു സ്ത്രീയോ പുരുഷനോ കടന്നു വരുന്നത് മിക്ക ആൺകുട്ടികളും ഇഷ്ടപ്പെടാറില്ലെന്നത് തോന്നിയിട്ടുണ്ട്. താൻ പോലും അങ്ങനെയായിരുന്നു. അച്ഛൻ 2ാം വിവാഹം ചെയ്തെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ മനുഷ്യൻ ഓടിപ്പോയതുകൊണ്ട് അതിൻ്റെ വ്യസനവും അവമാനവും താങ്ങേണ്ടി വന്നിട്ടില്ല. സീതാദേവിയെപ്പോലെ പവിത്രയായ അമ്മ സ്വന്തം മക്കൾക്ക് അങ്ങനെയൊരു വേദന നൽകിയുമില്ല. ഫ്ലാറ്റിലേക്കുള്ള മടക്കയാത്രയിൽ മറ്റൊരു ചിന്ത കൂടി അയാൾ മതിച്ചു. ഉമയങ്ങാൻ അപ്പുവിനെ തെറ്റിദ്ധരിച്ചിരിക്കുമോ? പക്ഷേ ഫ്ലാറ്റിൽ വെച്ച് അവൾ സിൻഡർലയോട് മാന്യമായാണ് പെരുമാറിയത്. സിൻഡർലയ്ക്കാണെങ്കിൽ ഉമ്മയെക്കുറിച്ച് വലിയ മതിപ്പുമായിരുന്നു. ഉമ്മ തങ്ങൾക്ക് മുന്നിൽ പൊയ്മുഖം അണിഞ്ഞതാവുമോ? അറിഞ്ഞെടുത്തോളം കാപ്പട്യമുള്ളവളല്ല ഉമ്മ. വെറുപ്പ് തോന്നിയാൽ തുറന്ന് പ്രകടമാക്കും. ആ നിലയ്ക്ക് അപ്പുവിൻ്റെ പിണക്കം എങ്ങനെ മാറ്റും? സ്വന്തം അമ്മയെക്കുറിച്ചും മോശമായി ചിന്തിച്ചവനാണ് അവൻ. പിന്നീട് എങ്ങനെ അപ്പു ഉമ്മയുമായി ഇണങ്ങി? മകനു വേണ്ടി അവൾ താരനാഥനെ വേണ്ടെന്ന് വച്ചിരിക്കുമോ? സിൻഡർലയുമായി തനിക്കുള്ളത് വെറും സൗഹൃദം മാത്രമാണ്. അപ്പുവിന് അമ്മുവിനു വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ സന്നദ്ധയായിരുന്നു ബാലു. രാത്രി അയാൾ വീണ്ടും അപ്പുവിൻ്റെ മൊബൈൽ നമ്പറിൽ പരീക്ഷിച്ചു. പലവട്ടം അവൻ കോൾ എടുത്തതേയില്ല. ഉമ്മയുടെ വാശിയാണ് അവന് കിട്ടിയിരിക്കുന്നതെന്ന് ബാലുവിന് തോന്നി. ഒരുപക്ഷെ ഉമ്മ അപ്പുവിനെ തടഞ്ഞിട്ടുണ്ടാവുമെന്നും. അമ്മുവിന് വേണ്ടി അച്ഛമ്മ എല്ലാ ദിവസവും നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കുക പതിവാണ്. മോൾക്ക് പ്രത്യേകം ഇഷ്ടം തോന്നുന്നവ എടുത്ത് അവൾ പായ്ക്ക് ചെയ്ത് ബാലുവിനെ ഏൽപ്പിക്കും. അച്ഛാ, ഇത് കൊണ്ടുപോയി രാവിലെ അപ്പേട്ടനെ കൊടുക്കണം കേട്ടോ. അയാളത് ഓർത്തിരുന്ന് സ്കൂളിൽ കൊണ്ടുചെന്ന് അപ്പുവിന് കൊടുക്കുകയും ചെയ്യും. ആ ആഴ്ചയിൽ അച്ഛമ്മ അമ്മുവിന് ഉണ്ടാക്കി കൊടുത്തത് സ്പെഷ്യൽ ചക്കപ്പഴ അടയായിരുന്നു. അമ്മ അത് ഉടനെ പാക്ക് ചെയ്ത് അച്ഛൻ്റെ കയ്യിൽ നൽകി. അച്ഛാ, ഇത് നാളെ അപ്പേട്ടന് കൊടുക്കണേ. അച്ഛനിൽ നിന്ന് അപ്പു അകന്നുപോയ സത്യം മകളെ അറിയിക്കാൻ ബാലുവിന് മനസ്സ് വന്നില്ല. അയാൾ അത് വാങ്ങി പിറ്റേന്ന് ഉമ്മയുടെ വീട്ടിലെ ഹൗസ് മെയ്ഡായ മീനുവിൻ്റെ വീട്ടിലെത്തിച്ചു. മനസ്സിനെ അലട്ടുന്ന വ്യക്തിപരമായ വിഷമങ്ങൾ ബാലു പങ്കുവയ്ക്കാറുള്ളത് ഡോക്ടർ റബേക്കയുടെ ഭർത്താവും കുടുംബ സുഹൃത്തുമായ സൈമണുമായാണ്. എന്നാൽ കുറച്ചു നാളായി അയാൾ ആ ബന്ധവും അവസാനിപ്പിച്ചിരുന്നു.
സൈമണേട്ടൻ കഴിഞ്ഞാൽ സുഹൃത്ത് എന്ന് പറയാൻ സിൻഡർല മാത്രമാണുള്ളത്. അപ്പുവിൻ്റെ പിണക്കം സിൻഡർലയെയും അറിയിക്കാൻ ആവുമായിരുന്നില്ല. ഡോക്ടറുടെ ഉള്ളിൽ എന്തോ ഒരു വ്യസനമുണ്ട്. മുഖത്ത് അത് കാണാം. നേരിൽ കണ്ടപ്പോൾ സിൻഡർല പറഞ്ഞു. ഇല്ല, താങ്കൾക്ക് തോന്നുന്നതാണ്. ബാലു പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അത് സത്യമാവട്ടെ എന്ന് ഞാനും സമാധാനിക്കുന്നു. സിൻഡർലയും മന്ദഹസിച്ചു. എങ്കിലും ഡോക്ടർ ഉമാ മഹേശ്വരിയെ കണ്ട ശേഷം എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. നിങ്ങൾ രണ്ടാളും ഒരുമിക്കണമെന്ന്. ഉമ കൂടി അത് ആഗ്രഹിക്കണ്ടേ ഡോക്ടർ? അത് ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ ഉമ്മ മകനെയും കുട്ടി അമ്മുവിൻ്റെ ബർത്ത്ഡേക്ക് വന്നത്. അല്ല, അത് അവളുടെ നന്മയാണ്, സൗമനസ്യമാണ്. അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ ജീവിക്കാൻ സന്നദ്ധയാണെന്നല്ല സൂചിപ്പിച്ചത്. സിൻഡർലയ്ക്ക് അറിയാമല്ലോ, നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, പരസ്പരം സിൻസിയറാണ്. അതുകൊണ്ട് നമ്മൾ പ്രണയത്തിലാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും മറ്റുള്ളവർ പ്രചരിപ്പിച്ചാൽ അതെങ്ങനെ സത്യമാവും? സിൻഡർലയുടെ മുഖം താണു. 4-5 നിമിഷങ്ങളോളം അയാളുടെ മുന്നിൽ നിശബ്ദം ഇരുന്നിട്ട് അവൾ എഴുന്നേറ്റു. ഞാൻ പിന്നീട് വരാം ഡോക്ടർ. പിന്നെ ഒരു മാസത്തേക്ക് സിൻഡർല ബാലുവിന് അഭിമുഖമായി വന്നില്ല. താൻ തീർത്തും ഒറ്റപ്പെട്ടതുപോലെ അയാൾക്ക് തോന്നി. എന്നിട്ടും അങ്ങോട്ട് ചെന്ന് ആരെയും കാണാൻ ശ്രമിച്ചില്ല. ഫ്ലാറ്റിലെത്തിയാൽ പിന്നെ സന്തോഷമാണ്. അമ്മയുടെ പഴങ്കഥകളും അമ്മുവിൻ്റെ വികൃതികളും ബാലുവിനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തനാക്കും. ഒരു ദിവസം സരള മകനോട് പറഞ്ഞു, നമ്മൾ ഈ ഫ്ലാറ്റിൽ നിന്ന് മാറുന്നത് നിൻ്റെ സ്വന്തം വീട്ടിലേക്കായിരിക്കണം. അതിന് എനിക്ക് സ്വന്തം വീടില്ല അമ്മേ. അമ്മ തന്ന 7 സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ. അവിടെ എത്രയും വേഗം ചെറുതായാലും ഒരു വീട് വയ്ക്കണം മോനെ. അതിന് പണം വേണ്ടേ? നീ ഒരു ഡോക്ടറല്ലേ, ലോണൊക്കെ കിട്ടില്ലേ? എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്. അത് വിറ്റിട്ടായാലും ലോൺ കിട്ടുമ്പോഴേക്കും അടിത്തറ തീർത്തിരിക്കണം. പെട്ടെന്ന് എന്തിനാ അമ്മേ? പെട്ടെന്ന് വേണം. മനുഷ്യനല്ലാത്ത മറ്റെല്ലാത്തിനും ദിവസം തോറും വില കുതിച്ചു കയറുകയടാ. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ നടന്നില്ലെന്ന് വരും. ചേച്ചിമാർക്ക് 2 പേർക്കും സ്വന്തം വീടായി. നിന്റെ സഹായം കൊണ്ട് തന്നെയാ അവർ രക്ഷപ്പെട്ടത്. നീ കൂടി രക്ഷപ്പെട്ടാലേ എനിക്ക് സമാധാനമായി മരിക്കാൻ കഴിയൂ. അതിന് അമ്മയ്ക്ക് അത്ര പ്രായമൊന്നും ആയില്ലല്ലോ. ആര് പറഞ്ഞു? വയസ്സായിരിക്കണം മോനെ അമ്മ. നിന്റെ വീട്ടിൽ കിടന്നു വേണം ബാലു അമ്മയ്ക്ക് മരിക്കാൻ. അതിനുള്ള ഭാഗ്യം നീ അമ്മയ്ക്ക് തരണം. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ മകന് അത് സഹിക്കാനായില്ല. അയാൾ അമ്മയുടെ കൈ കവർന്നു. ഏറ്റു. ഇന്ന് തന്നെ ഞാൻ ലോണിന് ശ്രമിക്കാം അമ്മേ. പിന്നെ ബാലുവിന് സമയമില്ലാതെയായി. അയാൾ തന്നെ വാങ്ങിക്കൊടുത്ത അമ്മയുടെ സ്വർണം വിറ്റാണ് അടിത്തറയുടെ പണി തുടങ്ങിയത്. 3 ബെഡ്റൂമിൽ കൊച്ചു ഒരു വീട്. അതായിരുന്നു പ്ലാൻ. 7 സെൻറ്റിൽ മറ്റൊരു വീട് പണിയാനുള്ള സ്ഥലവും ഒഴിച്ചിട്ടു. പണത്തിന് ശരിക്കും ബുദ്ധിമുട്ടിയെങ്കിലും രോഗികളിൽ നിന്ന് 10 രൂപ പോലും പാരിതോഷികം വാങ്ങില്ലെന്ന് തുടക്കകാലത്തെ പോലെ തന്നെ അയാൾ ശബ്ദമെടുത്തിരുന്നു. ആശുപത്രിയിൽ നിന്ന് കിട്ടിയ ശമ്പളം മാത്രമായിരുന്നു ഏക വരുമാനം. അതുകൊണ്ട് കെട്ടിടം പണി വളരെ സാവകാശമാണ് മുന്നോട്ട് നീങ്ങിയത്. ആഡംബരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി. അമ്മുവിൻ്റെ ലഞ്ച് ബോക്സിൽ ചോറും തൈരും അച്ചാറും സ്ഥിരമായി. അച്ഛൻ വീട് പണിയോ മോളെ? സരള അവൾക്ക് പറഞ്ഞു കൊടുത്തു. നമുക്കത് എങ്ങനെ പൂർത്തിയാക്കണ്ടേ? ഒറ്റ വാചകത്തിൽ തന്നെ ആ 6 വയസ്സുകാരിക്ക് അത് മനസ്സിലായി. അപ്പുവിൻ്റെ അതേ ബുദ്ധി തന്നെയായിരുന്നു അമ്മുവിനും. ചോറിന് പിക്കിൾ മാത്രം മതി അച്ഛമ്മേ. അവൾ സ്വയം നിബന്ധന വച്ചു. തൈരും ഒഴിവാക്കി. ലഞ്ച് ബോക്സ് കൂട്ടുകാരിൽ നിന്ന് ഒളിച്ചു പിടിച്ചു. മോളുടെ കാര്യങ്ങൾക്ക് പിശുക്കണ്ട അമ്മേ, ബാലു അമ്മയോട് പറഞ്ഞു. അതെനിക്ക് സങ്കട. നിന്റെ ഇല്ലായ്മയും വല്ലായ്മയും അവൾ അറിയണം ബാലു. നമ്മുടെ വിഷമങ്ങൾ കുട്ടികളിൽ നിന്ന് ഒളിക്കുന്നതാ തെറ്റ്. നീയും ദാരിദ്ര്യത്തിൽ വളർന്നവനല്ലേ. അത് നിന്നെ ഇത്രയും എത്തിച്ചില്ലേ. മാതാപിതാക്കൾ പട്ടിണി സഹിച്ചുകൊണ്ട് മക്കൾക്ക് ആർഭാടം നൽകുമ്പോഴാടാ അവർ നശിച്ചു പോണത്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയല്ലല്ലോ നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് തട്ടിപ്പ് നടത്തുന്നതും കൂടപ്പിറപ്പുകളുടെ ചോരയൊഴുക്കുന്നതും. ആർഭാട ജീവിതത്തിന് വേണ്ടിയല്ലേ. കുട്ടികളെ അങ്ങനെ വളർത്തുന്ന മാതാപിതാക്കളെ എടാ ജയിലിലടക്കേണ്ടത്. അമ്മയുടെ മുന്നിൽ മകന് ഉത്തരം മുട്ടി. ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് അമ്മുവിൻ്റെ ലഞ്ച് ബോക്സ് ഡെസ്കിൽ നിന്ന് താഴെ വീണ് തുറന്നു. അത് അവൾക്ക് വല്ലാത്ത അപമാനവും സങ്കടവുമായി. ചോറും പിക്കിളും വഴുതനങ്ങ മരിച്ചതുമായിരുന്നു ബോക്സിൽ. പക്ഷേ ക്ലാസ് ടീച്ചർ ശോഭ മിസ് അവളെ ആശ്വസിപ്പിച്ചു. തൂവിപ്പോയ ചോറും കറികളും വേസ്റ്റ് ബിന്നിൽ കളഞ്ഞ ശേഷം മിസ് തന്നെ സ്വന്തം ലഞ്ച് കരിയറിൽ നിന്ന് അമ്മുവിന് പാലപ്പവും എഗ് റോസ്റ്റും സാലഡും സോസും ഒക്കെ നൽകി. ഒരു ഡോക്ടറുടെ മകളായിട്ടും ഭാവയാമിയുടെ ലഞ്ച് ബോക്സിൽ എന്നും ചോറും വഴുതനങ്ങ പൊരിയലുമാണ് മിസ്സേ. കൂടെ ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്ന ലെന അമ്മുവിനെ കളിയാക്കി ചിരിച്ചു. ആരെയും കാണിക്കാതെയാ ലഞ്ച് ബോക്സ് തുറക്കണതെങ്കിലും ഞങ്ങൾക്കെല്ലാം അതിനകത്ത് എന്താണെന്ന് അറിയാമല്ലോ. ചോറും വഴുതനങ്ങ പൊരിയലും അത്ര മോശ? ശോഭ മിസ് ലെനയെ താക്കീതിൽ നോക്കി. അമ്മു അപ്പോഴേക്കും വിതുമ്പാൻ തുടങ്ങിയിരുന്നു. ഫ്ലാറ്റിൻ്റെ പാരപ്പറ്റിലെ കോൺക്രീറ്റ് ചട്ടികളിൽ അച്ചമ്മ നട്ടുവളർത്തുന്ന വഴുതനകളും വെണ്ടകളും അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു. അച്ചമ്മയുണ്ടാക്കുന്ന മെഴുക്കുപുരട്ടികൾ അമ്മുവിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. മീനു ആൻറ്റി ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ ടേസ്റ്റി. ഉച്ചയ്ക്ക് ഒരു പിടി ചോറ് കഴിക്കുന്നത് തന്നെയാ ഭാവ ആരോഗ്യത്തിന് നല്ലത്, മിസ് അവളുടെ ചുമലിൽ തൊട്ട് ആശ്വസിപ്പിച്ചു. ലഞ്ച് ഉണ്ടാക്കാൻ സമയമില്ലാഞ്ഞ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാലപ്പവും ബ്രെഡും സാൻഡ്വിച്ചുമൊക്കെ ഞങ്ങൾ ലഞ്ച് ബോക്സിൽ വച്ചുകൊണ്ട് പോരുന്നത്. പിന്നെ ലെന ഒന്നുകൂടി അറിഞ്ഞോളൂ, ഭാവയാമി ഒരു ഡോക്ടറുടെ മോളല്ല, 2 ഡോക്ടേഴ്സിൻ്റെ മോളാ. ഈ ജില്ലയിലെ ഏറ്റവും മിടുക്കിയായ ഗൈനക്കോളജിസ്റ്റാ ഭാവയുടെ അമ്മ. ഞാനിപ്പോൾ മന്ത്ലി ചെക്കപ്പിന് പോകുന്നത് അവിടെയാ. അപ്പോഴാണ് ശോഭ
മിസ്സിൻ്റെ വീർത്ത വയർ അമ്മുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അടുത്ത ചെക്കപ്പിന് പോയപ്പോൾ ശോഭന ക്ലാസ്സിലെ ആ സംഭവം മറക്കൂടാതെ ഡോക്ടർ ഉമ മഹേശ്വരിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഡോക്ടർ അപ്സെറ്റാവുമോ എന്ന് അവൾക്ക് ശങ്കയുണ്ടായിരുന്നു. ഉമയുടെ ചുണ്ടിൽ പക്ഷേ പുഞ്ചിരിയായിരുന്നു. അവിടുത്തെ അമ്മയ്ക്ക് പുത്തൻ പാചകങ്ങളൊന്നും അറിയില്ല ശോഭന ടീച്ചറെ. അച്ഛമ്മയുടെ പാചകം അമ്മുവിന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിന്നെന്താ, എന്നേക്കാൾ പേഷ്യൻസിയുള്ള ആളാണ് ഡോക്ടർ ബാലഗോപാൽ. കരുണയിൽ നിന്ന് നല്ല സാലറി കിട്ടുന്നുണ്ടാവും. അപ്പോൾ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അമ്മുവിന് അദ്ദേഹത്തിന് ജീവനുമാണ്. അതുകൊണ്ട് എൻ്റെ അമ്മ പട്ടിണിയിലാവില്ലെന്നും എനിക്ക് ഉറപ്പാണ്. പൊങ്ങച്ച സഞ്ചികളുടെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവളാണ് ഞാൻ. പൊങ്ങച്ചവും ആഡംബരവും തീണ്ടാത്ത ആളുകളാണ് ബാലുവും അമ്മയും. ആ പാരമ്പര്യത്തിൽ തന്നെ എൻ്റെ മോള് വളരട്ടെ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അയ്യോ ഡോക്ടർ, പറഞ്ഞത് അബദ്ധമായോ എന്ന ഭയത്തിൽ ശോഭന വിക്കി കൈമലർത്തി. ഡോക്ടർ ബാലഗോപാലിൻ്റെ വീട്ടിൽ ദാരിദ്ര്യമാണെന്ന അർത്ഥത്തിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇക്കാലത്തെ പൊങ്ങച്ച സംസ്കാരത്തോട് അവജ്ഞയുള്ള കൂട്ടത്തിലാണ് ഞാനും. ഭാവയാമിയാണെങ്കിൽ ക്ലാസ്സിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയാണ്. പാട്ടിലും നൃത്തത്തിലുമൊക്കെ അവൾ മിടുക്കിയ, പ്രത്യേകിച്ചും പാട്ടിൽ. പഠിപ്പിച്ചാൽ ഭാവ അറിയപ്പെടുന്നൊരു ഗായികയാവുമെന്ന എൻ്റെ പ്രതീക്ഷ. പാട്ടിലാണ് അവൾ മിടുക്കിയെങ്കിൽ അത് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അപ്പച്ചിമാരുടെയും ഗിഫ്റ്റാണ്. അവരെല്ലാം സാമാന്യം പാടും. നൃത്തമാണെങ്കിൽ എൻ്റെ അമ്മയുടെ പാരമ്പര്യമാണ്. എനിക്കിത് രണ്ടും കിട്ടിയിട്ടില്ല. രണ്ടും ഇഷ്ടമാണെന്ന് മാത്രം. ഡോക്ടർ ബാലുവിനെ എപ്പോഴെങ്കിലും കണ്ടാൽ ഭാവയെ പാട്ട് പഠിപ്പിക്കണമെന്ന് ടീച്ചർ പറഞ്ഞോളൂ. ശോഭന ടീച്ചറല്ല, സ്കൂളിലെ പ്രിൻസിപ്പലാണ് അക്കാര്യം ബാലുവിനെ അറിയിച്ചത്. പിറ്റേന്ന് തന്നെ അയാൾ മകളെ നല്ലൊരു സംഗീതാധ്യാപകൻ്റെ അടുത്ത് പഠനത്തിനയച്ചു. 1 വർഷം നീണ്ടിട്ടും വീട് പണി വാർപ്പ് വരെ എത്തിയില്ല. അതിനിടയിൽ ഫ്ലാറ്റ് ഉടമയായ സുഹൃത്തും കുടുംബവും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതറിഞ്ഞ് ബാലു മകളെയും അമ്മയെയും കൊണ്ട് ചെറിയൊരു വാടക വീട്ടിലേക്ക് മാറി. പുതിയ വാടക വീട്ടിൽ എത്തിയതിൻ്റെ പിറ്റേന്നാണ് അമ്മുവിന് കാഴ്ച തകരാറുണ്ടെന്ന് ബാലുവിന് വ്യക്തമായത്. പഠിക്കാനിരിക്കുമ്പോൾ കണ്ണിന് വേദന തോന്നുന്നതായി ഒരാഴ്ച മുമ്പേ അവൾ അച്ഛമ്മയോട് പറഞ്ഞിരുന്നു. സുഹൃത്തായ ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു ബാലു. കണ്ണട വയ്ക്കണമെന്ന നിർദ്ദേശവുമുണ്ടായി. കൊച്ചുമകളുടെ മുഖത്ത് കട്ടിയുള്ള ഗ്ലാസ് വന്നപ്പോൾ സരളമ്മയ്ക്ക് സങ്കടമായി. ഇതൊരു ചീത്ത വീടാ മോനെ. ഇവിടെ എത്തിയ ശേഷം എനിക്കും ഇല്ലൊരു മനസ്സമാധാനം. എത്രയും പെട്ടെന്ന് വീടിൻ്റെ വാർപ്പ് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മാറാൻ ബാലു. ശരി അമ്മേ, മകൻ സമ്മതിച്ചു. പക്ഷേ വാർപ്പ് കഴിയാൻ ആ അമ്മ കാത്തില്ല. കഥ തുടരും.